എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റ്. +1ൻ്റെ ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. കോഴ്സ് നൽകുമ്പോൾ വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. HSC VHSC അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളുടെ കുറേ സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 അലോട്ട്മെൻറ്റ് 2025. +1ൻ്റെ ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ DGE ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, അതായത് ഹയർ സെക്കൻഡറിയിലേക്കുള്ള പ്രവേശനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ അപേക്ഷിക്കാമെന്നായിരുന്നു നേരത്തെ അറിയിച്ചതെങ്കിൽ പോലും ആ സൈറ്റ് നേരത്തെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ചില വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. എന്തായാലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. 4 മണി മുതലാണ് ഓപ്പൺ ആകുന്നതെന്ന് പറഞ്ഞെങ്കിൽ പോലും രാവിലെ ഒരു 11 മണിയോടുകൂടി ഞാൻ നോക്കിയപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്ന 1:30-2 മണി അങ്ങനെയായി. ബട്ട് ഒരു 11 മണിയോടൊക്കെ കൂടി തന്നെ എന്ത് ചെയ്തു, സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്, അതിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം കോഴ്സ് നൽകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞത്. അതായത് നിങ്ങളിപ്പോൾ സയൻസ് തിരഞ്ഞെടുത്താലും കൊമേഴ്സ് തിരഞ്ഞെടുത്താലും ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുത്താലും എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടം നോക്കി തന്നെ എടുക്കുക. അതായത് നിങ്ങളുടെ കൂട്ടുകാരതാ എടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അതാ എടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി അതാണ് എടുക്കുന്നത്, അങ്ങനെ നിങ്ങൾ പോയി എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ സയൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സയൻസ് പോയി എടുക്കുക. ഇനി സയൻസ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും, നിങ്ങൾക്ക് സപ്ലി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും അനുസരിച്ചുള്ള കോഴ്സ് നിങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്കതിലൊന്ന് ശോഭിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് SLC നിങ്ങൾ നല്ല മാർക്കോടെ ആയിരിക്കും പാസ്സായത്, നിങ്ങൾക്ക് അതേ ആർജവത്തോടെ അതേ കാര്യങ്ങളോടെ നിങ്ങൾക്ക് +2 പാസ്സാവണമെങ്കിൽ അതേ പെർസെൻറ്റേജോടുകൂടി അല്ലെങ്കിൽ അതിനേക്കഴിഞ്ഞ് നന്നായിട്ട് നിങ്ങൾ SLC ചിലപ്പോൾ കുറച്ച് മോശമായിട്ടായിരിക്കും പ്രിഫറൻസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വലിയ മാർക്കോ കാര്യങ്ങളോ ഒന്നും കാണും, ചിലപ്പോൾ നല്ല മാർക്കാണ്, ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് പാസ്സേ ആയി കാണുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് +2 നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് SLCയിൽ എൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എനിക്ക് SLCയിൽ അത്ര വലിയ മാർക്കുള്ള വിദ്യാർത്ഥിയൊന്നും അല്ല. ഞാൻ ആകെ ഒരു A+ ആണുള്ളത്, 69% ആണ് എനിക്കുള്ളത്. അപ്പം ഞാൻ +2 ഞാൻ ഇഷ്ടപ്പെട്ടു പോയി എടുത്ത വിഷയം ഹ്യൂമാനിറ്റീസ് ആണ്. കാരണം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ എനിക്ക് നല്ല രീതിയിൽ എളുപ്പമുള്ള വിഷയമാണ്. ഹിസ്റ്ററി, പൊളിറ്റിക്സ് എല്ലാം നല്ല രീതിയിൽ എളുപ്പമുള്ള വിഷയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കെന്താണ്, SLCയിൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 69% ഉണ്ടായിട്ട് പോലും എൻ്റെ ക്ലാസ്സിൽ അത്രയ്ക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരു അത്യാവശ്യം പുറകിൽ കിടന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ SLC വരെ. പക്ഷേ +2 ഞാൻ അങ്ങനെ അല്ലായിരുന്നു. +1 എത്തിയപ്പോൾ മുതൽ ഞാൻ എന്താണ്, SLCയിലൊന്നും എനിക്ക് അത്ര നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് SLC വരെ ഞാൻ SLC കഴിയുന്നവരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഞാൻ നല്ല രീതിയിൽ പ്രിഫർ ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് പാസ്സായി പോയാൽ മതി ഒരു കോൺസെപ്റ്റ് മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അങ്ങനെ SLC പാസ്സായി. +1 ഞാൻ ഇഷ്ടപ്പെട്ട പോയി ഹ്യൂമാനിറ്റീസ് തന്നെ എടുത്തു. ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോൾ എനിക്കതിന് നല്ല രീതിയിൽ എന്ത് ചെയ്തു, പെർഫോമൻസ് ചെയ്യാൻ കാഴ്ചവെക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. +2 എനിക്ക് 77% മാർക്കോട് കൂടി ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പാസ്സായി ഇറങ്ങി. അതായത് നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും അനുസരിച്ചുള്ള വിഷയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയ വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ, നിങ്ങൾക്ക് 2 വർഷം എന്നുള്ളത് നിങ്ങൾക്ക് സ്വർഗ്ഗതുല്യമായിരിക്കും. നിങ്ങൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിലായാലും അക്കാദമിക് ലെവലായാലും ക്യാമ്പസ് ലെവലായാലും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സന്തോഷവും ഒരു ഉണർവും നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും അനുസരിച്ചുള്ള വിഷയങ്ങളായിരിക്കും നിങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്നും ഒരു വേദന കാണും, ദൈവമേ ആ വിഷയം പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അതെങ്ങനെ ഞാൻ പാസ്സാകും. ചിലപ്പോൾ നിങ്ങൾ ഈ കൂട്ടുകാർ ഒന്നിച്ചു പോയി നിങ്ങൾ വിഷയങ്ങൾ എടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ അല്ലെങ്കിൽ അവക്കത് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കാം, അവനത് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവൻ ജയിക്കും, നിങ്ങൾ തോക്കും. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ 10 വർഷം ഒന്നിച്ച് പഠിച്ചതായിരിക്കാം, എന്തായിരിക്കാം. പക്ഷേ നമുക്കെന്താണ്, നമ്മുടെ ഒരു കാര്യം നോക്കണ്ടേ.
ഇപ്പോൾ നമ്മൾ 10 വർഷം പഠിച്ച് ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരായിരിക്കും ഇനി ഒന്നിച്ച് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാകാം, വാട്ട് എവർ. ബട്ട് ഇനിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർദർ സ്റ്റഡീസിനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുന്നത് ഡിഗ്രി പോലുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് വളരെ അത്യാവശ്യമാണ്. +2വിന് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു ഭാവി, നിങ്ങളുടെ ഭാവിയിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പെർസെൻറ്റേജ് ഉണ്ടാക്കുക എന്ന നിങ്ങളുടെ ലക്ഷ്യം. അത് മാക്സിമം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കും കഴിവിനും അനുസരിച്ചുള്ള വിഷയങ്ങൾ നിങ്ങൾ എടുത്തിട്ടേ കാര്യമുള്ളൂ. ഇനി HSC VHSC വിദ്യാർത്ഥികൾ, HSC എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്, VHSC പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. നിങ്ങൾക്ക് രണ്ടിടത്തേക്കും 2 വെബ്സൈറ്റ് ഉണ്ട്. HSCയിലേക്ക് പോവുകയാണെങ്കിൽ HS CAPഉം VHSCയിലേക്ക് പോവുകയാണെങ്കിൽ VHS CAP എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് 2 വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്യാം. ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് HSCയിൽ നിന്നും VHSCയിൽ നിന്നും HSCയിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾക്ക് HSCയുടെ ഒരു സ്കൂള്, HSCയുടെ ഒരു കോഴ്സ് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ പറ്റും. HSC അത് ഉദാഹരണം പറയുകയാണ്, സയൻസ് എടുത്തൊരു വിദ്യാർത്ഥി ഒരു സ്കൂളിലെടുത്തു, ആ വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസിലേക്ക് പോകാൻ പറ്റും. പക്ഷെ അല്ലാതെ HSCയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് VHSCയിലേക്കും VHSCയിൽ നിന്ന് HSCയിലേക്കും ഒരിക്കലും പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് HSCയോടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കുക. ഇപ്പം ഞാൻ പഠിച്ചത് HSC ആയിരുന്നു, ഹ്യൂമാനിറ്റീസാണ്. HSC ആയിരുന്നു ഞാൻ എടുത്തത്. ഞാൻ VHSCയിൽ, ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ട് പോലും. അവിടെ ചെറിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പം HSC എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ മാത്രമാണ്, പഠിത്തം മാത്രമാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ഇതിൽ നിങ്ങളിപ്പം എന്താണ് ഇപ്പോൾ എങ്ങനെ പറയേണ്ട, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നിങ്ങളെ ചെറിയ തൊഴിലുകളൊക്കെ നിങ്ങളവിടെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങളെ എന്ത് ചെയ്യും, ഈ സ്വയം നിലനിൽപ്പിനാവശ്യമായ ഭാവിയിൽ ഒരു ചെറിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ചെറിയ ചെറിയ തൊഴിലുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അവിടെ പഠിപ്പിക്കും. അതിനാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ചെയ്യാം, ചെറിയ രീതിയിലൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ഒരു തൊഴിൽ അവിടെ പഠിത്തവും ഉണ്ട്, ബട്ട് അവിടെ ഒരു ചെറിയൊരു തൊഴിലോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളെ പഠിക്കും. അതായത് നിങ്ങൾക്ക് അവിടെ പഠിക്കുന്ന ആ തൊഴിൽ വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്കൊരു അത്യാവശ്യം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അവിടെ നിങ്ങൾ തൊഴിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടില്ല. പക്ഷേ ഭാവിയിൽ നിങ്ങൾ ആ തൊഴിൽ പഠിച്ച് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് അത് നിങ്ങൾ പുറത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ രീതിയിലുള്ള കാര്യങ്ങളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരുന്നത്. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളും പഠിത്തവും നിങ്ങൾ എങ്ങനെയാണോ 10 വർഷം പോയത് അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, വൈകുന്നേരം വീട്ടിൽ വരുന്നു. അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. വിദ്യാർത്ഥികൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള കോഴ്സ്. സ്കൂളിൻ്റെ കാര്യം ഞാൻ പ്രധാനപ്പെട്ട സ്കൂൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ, കുറച്ച് ദൂരെയുള്ള സ്കൂളായാലും നമുക്ക് എങ്ങനെയും ഒക്കെ പോയിട്ട് വരാം. പക്ഷേ കോഴ്സാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടു പോകും. കാരണം പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ട്രാൻസ്ഫർ കൊടുത്താലും എല്ലാവർക്കും ഒന്നും കിട്ടില്ല. കാരണം എല്ലാ അലോട്ട്മെൻറ്റ് നടപടികൾക്ക് ശേഷം ആണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ സംഗതി വിളിക്കുന്നത്. ഈ ട്രാൻസ്ഫർ വിളിക്കുമ്പോഴത്തേക്കും എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ വേക്കൻസി ഒന്നും കാണൂല. ഒരു 10 പേര് അപേക്ഷിച്ചാൽ 8 പേർക്കും ട്രാൻസ്ഫർ കിട്ടൂല. കാരണം എടുത്തു കൊടുക്കാൻ വേക്കൻസി ഉണ്ടാവില്ല. കാരണം എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിയുമ്പോഴേ ട്രാൻസ്ഫർ വിളിക്കൂ ഇവർ. അന്നേരത്തേക്കും എന്ത് ചെയ്യും, ബഹുഭൂരിപക്ഷം ഒരു 90-95% സീറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ലായി. ഒരു 90-95% സീറ്റുകൾ ഫില്ലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് കോഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ആദ്യമേ ഇഷ്ടമില്ലാത്ത കോഴ്സ് പോയി കൊടുത്തിട്ട് പിന്നെ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ആദ്യമേ ഇഷ്ടമുള്ള കോഴ്സ് കൊടുത്ത് അതിലേക്ക് കയറിപ്പെടുന്നത്. ഇപ്പം ഞാനിന്ന് എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ അലോട്ട്മെൻറ്റ് കൊടുത്തത് 7 സ്കൂളുകളിലേക്കാണ്. അതിൽ 6 ഹ്യൂമാനിറ്റീസ്, ഒരെണ്ണത്തിലേക്ക് കൊമേഴ്സ്. എന്തുകൊണ്ടാണ് ഒരെണ്ണത്തിലേക്ക് കൊമേഴ്സ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സോടെ കൊടുത്താണ്. കാരണം വെച്ചാൽ അവിടെ സയൻസും കൊമേഴ്സേ ഉള്ളൂ, ഹ്യൂമാനിറ്റീസ് അവിടെ ഇല്ല. അതുകൊണ്ട് മനസ്സോടെ കൊടുത്തതാണ്. കിട്ടരുതെന്ന് പറഞ്ഞു കൊടുത്തു, കിട്ടിയില്ല. എനിക്ക് ഫസ്റ്റ് കൊടുത്ത ഹ്യൂമാനിറ്റീസ് ഓപ്ഷൻ തന്നെ കിട്ടി. അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിലാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത്. ബട്ട് ഒന്നാമത്തെ സ്കൂളിൽ ഒന്നാമത്തെ ഓപ്ഷനായ ഹ്യൂമാനിറ്റീസ് തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അതോടുകൂടി എൻ്റെ കാര്യം അവിടെ സ്റ്റേബിളായി. എനിക്ക് പിന്നെ എങ്ങോട്ടും പോവുമോ അങ്ങോട്ട് മാറുമോ ട്രാൻസ്ഫറോ ഒന്നും എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ച കോഴ്സ് എനിക്ക് കിട്ടി. അപ്പം എനിക്കിനി ട്രാൻസ്ഫറും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് സുഖമായിട്ട് എന്ത് ചെയ്യുക, നിൽക്കാം. ഒന്നിൻ്റെയും പുറകെ പോവുകയും വേണ്ട. എൻ്റെ കാര്യം എന്ത് ചെയ്തു, സേഫായി മാറി.
അപ്പം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് കൊടുത്തു കഴിയുമ്പം അവിടെ നിങ്ങൾക്ക് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മുതലേ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു പ്രിവ്യൂ പേജായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. അതിൻ്റെ അടിയിൽ ഒരു ഡിക്ലറേഷൻ നോട്ടിഫിക്കേഷൻ കാണും, ഒരു പച്ച ഫൈനൽ കൺഫർമേഷൻ കാണും. ആ പച്ച ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു എഡിറ്റിംഗ് ഇല്ല, പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ആപ്ലിക്കേഷൻ അങ്ങ് സബ്മിറ്റായി, ഇനി എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൊടുത്ത ഓപ്ഷനിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്കെന്താണ്, നമുക്കിഷ്ടമില്ലാത്ത സ്കൂളാണ്, നമുക്കിഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയെങ്കിൽ പോലും അത് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം എന്താ, നമ്മൾ കൊടുത്തുകൊണ്ടാണല്ലോ അവർ തന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത സ്കൂളാണ്, ഇഷ്ടമില്ലാത്ത കോഴ്സാന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനിൽ നിന്നല്ലേ അവർ അലോട്ട്മെൻറ്റ് നമുക്ക് തരുന്നത്, അല്ലാതെ അവരായിട്ട് ഒരു പുതിയ ഓപ്ഷൻ അടുത്ത് ആഡ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കിഷ്ടമുള്ള സ്കൂളും നമുക്കിഷ്ടമുള്ള കോഴ്സും തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുടെ വീഡിയോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്ന മൈ നെയിം ഇസ് കവിത, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.